ന്യൂസ് പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മാലിന്യമുക്തം നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ. കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കും. ഷൊർണൂരിൽ AKPC നിയോജക മണ്ഡലം കൺവെൻഷൻ. പെയിന്റിംഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കൺവെൻഷൻ. ID കാർഡ് വിതരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടന്നു. പാലക്കാട്ട് NSS രക്ഷാകർതൃ സംഗമം താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ. പട്ടാമ്പി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത വായനശാലകൾക്കും വിദ്യാലയങ്ങൾക്കുമുള്ള പുസ്തക വിതരണം ഇന്ന് വൈകിട്ട് കൊപ്പത്ത്. വാർത്തകൾ വിശദമായി. മാലിന്യമുക്ത നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ മൂന്നാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ നടന്നു. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണം കൊണ്ട് ബോധമുണ്ടാകുമെങ്കിൽ നാട് എന്നെ നന്നായേനെയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. തൃത്താല ഗ്രാമപഞ്ചായത്തിലുള്ള കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമിട്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പൊതുസ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുമ്പോൾ കുറെ ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, മാലിന്യം ഇട്ട സ്ഥലം നിറഞ്ഞതുകൊണ്ടാണ് അവിടെ അതൊക്കെ വൃത്തിയാക്കുന്നത്, ഇനിയും ഇടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെന്നാണ്. അല്ല, ഇതിട്ട് ഓടൊക്കത്തൊക്കെ ഇട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ വലിച്ചെറിയാൻ പറ്റാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അത് നീക്കം ചെയ്ത് കുറച്ചുകൂടി ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ധരിക്കുന്നത്. ആ മനോഭാവം എപ്പോഴും ശക്തമാണ്. ആ മനോഭാവം തിരുത്തണം. ആ മനോഭാവം തിരുത്തണമെങ്കിലോ ബോധവൽക്കരണം നടക്കണം. ഇതുപോലെ ജനങ്ങളെ ആകെ അണിനിരത്തണം. ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീഴുമെന്ന യാതൊരു തെറ്റിദ്ധാരണയും എനിക്കില്ല കേട്ടോ. ബോധവൽക്കരണം കൊണ്ട് ബോധം വീഴുമായിരുന്നെങ്കിൽ നാട് എപ്പോഴേ നന്നായി പോയില്ലേ. കേരളത്തെ മാതൃകാപരമാവിധം ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികൾ, ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാകർതൃ സംഗമം നടത്തി. തളിപ്പറമ്പ് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷജിത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ഇപ്പം ഞാനാ ചെയ്യല് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ നോക്കുമ്പോഴും മകളെല്ലാം നോക്കുന്നതൊക്കെ വളരെ ക്ലിയറാണ്. കാരണം ഇദ്ദേഹം വെരിഫൈ ചെയ്ത സമയത്ത് 42 വയസ്സുകാരനായ ഒരാൾ ഇവളോട് ചാറ്റ് ചെയ്യുകയാണ്. വളരെ മോശമായ രീതിയിലേക്കുള്ള സംഭാഷണം വന്ന സമയത്ത് ഇദ്ദേഹം കയറി ഇടപെട്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു. പോലീസ് സ്റ്റേഷനൊക്കെ പരാതി കൊടുത്തു പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചത്, സാറെന്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോയത് എന്നാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളുടെ മകളുടെ മുമ്പിൽ നിങ്ങൾ അറിവില്ലാത്തവരായി മാറാൻ പാടില്ല. നമ്മുടെ എല്ലാ രക്ഷാകർത്താക്കൾക്കും ഇന്നത്തെ സ്റ്റേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ മക്കൾക്ക് ഫോൺ എടുത്ത് കൊടുത്തിട്ട് പറയും, മോനെ ഇതൊന്നും നോക്കിയെന്ന് പറയും. ഇല്ലേ, നമ്മൾ പലരും അങ്ങനെയാണ് പറയുന്നത്. അവനറിയാം അച്ഛൻ ഇതൊന്നും അറിയില്ല, അച്ഛൻ വിഡ്ഢി കുഷ്മാണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛനെ പൊട്ടനാക്കാൻ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിലെല്ലാ സകല പരിപാടിയും ചെയ്യും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, ഭരണസമിതി അംഗങ്ങളായ P സന്തോഷ് കുമാർ, R ശ്രീകുമാർ, U നാരായണൻകുട്ടി, മോഹൻദാസ് പാലാട്ട്, A അജി, KP രാജഗോപാൽ, K ശിവാനന്ദൻ, C വിപിനചന്ദ്രൻ, M സുരേഷ് കുമാർ, പ്രതിനിധി സഭാംഗം C കരുണാകരൻ ഉണ്ണി, NSS ഇൻസ്പെക്ടർ KS അശോകൻ, വനിതാ യൂണിയൻ ഭാരവാഹികളായ J ബേബി ശ്രീകല, അനിത ശങ്കർ, S സ്മിത, സുനിത ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. AKPC ഷൊർണൂർ നിയോജക മണ്ഡലം കൺവെൻഷനും ID കാർഡ് വിതരണവും നടന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇതോടെ തുടക്കമായി. പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. എൻ്റെ പ്രദേശത്തൊക്കെ ഏകദേശം 20-ൽ കൂടുതൽ പെയിന്റർമാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജോലിയുടെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ ആ ജോലിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള ആളുകളാണ്.
അപ്പോൾ അവർക്കൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും അവരുടെ ക്ഷേമനിധിയും അവരുടെ മക്കളുടെ പഠനവുമൊക്കെ ഉറപ്പുവരുത്താൻ തീർച്ചയായും നിങ്ങളുടെ അസോസിയേഷന്, നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഇപ്പോൾ പല മേഖലയിലും ക്ഷേമനിധികളുണ്ട്, കൂട്ടായ്മകളുണ്ട്. ഇവിടെ മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ സംഘടന ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ആശാരി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂട്ടായ്മയുണ്ട്. അങ്ങനെ ഏത് വർക്ക്ഷോപ്പ് മേഖലയിൽ വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ബസ് മേഖലയിൽ പരിശോധിക്കുമ്പോഴൊക്കെ അവർക്ക് യൂണിയനും അവർക്ക് പൂർണ്ണമായ സുരക്ഷിതത്വമുണ്ട്. എന്നാൽ പെയിന്റിംഗ് മേഖലയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെ കാലമാണ്. AKPC പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദു രണ്ടത്താണി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി VKP വിജയനുണ്ണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, INTUC റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയശങ്കർ പ്രകാശ്, MP സുശീൽ കുമാർ, ആനന്ദ്, സ്കറിയ വല്ലപ്പുഴ, റസാഖ് കൊടലൂർ, നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പെയിന്റർമാരുടെ ക്ഷേമത്തിനായി പ്രവർത്തനം ഊർജിതമാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പെയിന്റർമാരുടെ ക്ഷേമത്തിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം. പയ്യന്നൂർ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രത്തിൽ 6ാമത് യജ്ഞത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കമായത്. ക്ഷേത്രത്തിൽ ഡിസംബർ 22 വരെ നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കമായത്. വൈകുന്നേരം 4:30 ആചാര്യവരണം നടന്നു. കൃഷ്ണവിഗ്രഹ സ്ഥാപനത്തിന് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പുതിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭാഗവത മാഹാത്മ്യ വർണ്ണനം നടത്തി. യജ്ഞത്തിൽ ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാരംഭമായി. ഇരട്ടമ്പലം ശ്രീമദ് ഭാഗവത സപ്താഹ സമിതിയുടെയും ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും മാതൃസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് യജ്ഞം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കൈമകുന്നത്ത് കാവിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 22 വരെയാണ് യജ്ഞം. സപ്താഹ യജ്ഞത്തിന്റെ ഉദ്ഘാടനം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ നിർവഹിച്ചു. മനസ്സാണ് എല്ലാം, മനസ്സും ശരീരവും. ശരീരത്തിലെ മനസ്സ്, ഈ ശരീരത്തെ നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നതിന് കാരണം മനസ്സാണ് തോന്നിപ്പിക്കുന്നത്. ഈ മനസ്സും ശരീരവും ആത്മാവിൽ ലയിച്ചാൽ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോയാൽ ഈ കാണുന്ന ഒരു ദുഃഖവും ആർക്കും ഉണ്ടാവില്ല. അതായത് പരമാനന്ദം എന്ന് പറയുന്നത്, ഈ പരമാനന്ദം നമ്മുടെയൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആ ശക്തി ഈ ഇരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും, എല്ലാ വ്യക്തികളുടെ മനസ്സിലുണ്ട്. പക്ഷേ നമുക്ക് അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് കഷ്ടം വരുമ്പോൾ നമ്മുടെ ദൈവം കൈവിട്ടുവല്ലോ, എനിക്കെന്താ. ഇല്ലത്ത് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി രവീന്ദ്രൻ ഉണ്ണി ഭദ്രദീപം തെളിയിച്ചു. കെ ബാലകൃഷ്ണൻ, ചക്രാട്ട് രാജൻ, മാനേജർ PK സുരേഷ്, C അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. യജ്ഞാചാര്യനെ വേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണം നടന്നു. വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. നിരവധി ഭക്തജനങ്ങളാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തിയിൽ MS രാഘവൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് മാഷ് സംസാരിക്കാറില്ല. പക്ഷേ മാഷ് ചില കാര്യങ്ങൾ വിളിച്ച് ആവശ്യപ്പെടുക, അതായത് ഇന്ന കാര്യം ചെയ്യണം എന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേറെ വ്യക്തിയെ കൊണ്ടായിരിക്കും പറയിക്കുക. ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന് മാഷ് ചെയ്തിട്ടുണ്ടോ എന്ന് മാഷ് പരിശോധിച്ച് നോക്കും. എൻ്റെ ഈ അടുത്ത കുറച്ച് കാലം മുമ്പത്തെ ഒരു അനുഭവം, ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത പാലക്കാട് നിന്ന് മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ആ വാർത്ത വരുന്ന സമയത്ത് ഞാൻ വേറൊരു സംസ്ഥാനത്ത് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട്, BJPയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനെ കൊണ്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യിച്ചു. എന്നിട്ട് മാഷ് ആ വാർത്ത വാട്സപ്പിലൂടെ എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി 2 കണ്ണും കാണാത്ത ഒരാളുടെ മകളാണ്. ആ കുട്ടിയെ ഏറ്റെടുക്കണം, 3 വർഷം BCom പഠിപ്പിക്കണം.
അപ്പം എന്ത് പഠിപ്പിക്കണം എന്ന് പോലും മാഷ് ആ വാർത്ത വായിച്ച് ഇവിടെ ഇരുന്ന് തീരുമാനമെടുത്തു. ജില്ലയിലെ ആദ്യകാല RSS നേതാവും റിട്ടയർഡ് അധ്യാപകനുമായിരുന്ന MS രാഘവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘം നേതാവ് TP അശോകൻ, രാജൻ ശശി അയഞ്ചിറ, B ഗോപാലകൃഷ്ണൻ, MA മുഹമ്മദ് ഇക്ബാൽ, അബ്ദുൽ കരീം, കൃഷ്ണകുമാർ പൊതുവാൾ, ദേവ ചൈതന്യാനന്ദ സരസ്വതി, രവി അകമല, നാരായണൻ, സേതുമാധവൻ, ശശി മണ്ണത്ത്, TN സുകുമാരൻ, ശശി മായന്നൂർ, ഹരീന്ദ്രനാഥ്, ശശിധരൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്കും വായനശാലകൾക്കും MLAയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നുള്ള പുസ്തക വിതരണം ഇന്ന് വൈകുന്നേരം കൊപ്പത്ത് നടക്കും. 3 മണിക്ക് കൊപ്പം സിൻഡിക്കേറ്റ് മാൾ കൾച്ചറൽ സെന്ററിലാണ് വിതരണ ചടങ്ങെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. തിരഞ്ഞെടുത്ത 10 വായനശാലകൾക്കും 26ഓളം വിദ്യാലയങ്ങൾക്കുമാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യുക. പ്രിയപ്പെട്ടവരെ നമസ്കാരം. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടുകൂടി പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്കും വായനശാലകൾക്കും പുസ്തകങ്ങൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി MLA ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് 26ഓളം വരുന്ന വിദ്യാലയങ്ങൾക്കും 10ഓളം വരുന്ന ലൈബ്രറികൾക്കും കൊടുക്കുന്നത്. അതിന്റെ വിതരണോദ്ഘാടനം നാളെ, അതായത് 16-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മുടെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടക്കുകയാണ്. ലോറിയിൽ നിന്ന് സിമന്റ് ലോഡ് ഇറക്കാൻ എന്തെളുപ്പം. മനുഷ്യാധ്വാനത്തിന്റെ ലഘൂകരണത്തിനായി ഷൊർണൂർ കവളപ്പാറ സ്വദേശി C ജയന്റെ കണ്ടുപിടുത്തം കാണാം. ലോറിയിൽ നിന്ന് സിമന്റ് ചാക്കുകൾ ഇറക്കാൻ ഒരുപാട് സമയം വേണ്ട, വല്ലാതെ കഷ്ടപ്പെടുകയും വേണ്ട. കുളപ്പുള്ളിയിൽ സിമന്റ് കട നടത്തുന്ന ജയപ്രകാശാണ് ലോറിയിൽ നിന്ന് സിമന്റ് ചാക്കുകൾ അനായാസം ഇറക്കി ഗോഡൌണിലേക്ക് വെക്കാൻ എന്തെങ്കിലും തന്ത്രം കണ്ടുപിടിക്കാമോ എന്ന് ജയനോട് ചോദിച്ചത്. ഇത് കേട്ടതും ജയൻ യൂട്യൂബിലും ഗൂഗിളിലുമായി ഒരുപാട് പഠനം നടത്തുകയും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു യന്ത്രത്തിൻ്റെ ആശയത്തിലേക്ക് എത്തുകയും ചെയ്തു. 20 അടി നീളവും 8 അടി വീതിയുമുള്ള യന്ത്രത്തിൻ്റെ സാമഗ്രികൾ 3D ലേസർ കട്ടിംഗ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂമാറ്റിക്കിൻ്റെ 2 എയർ സിലിണ്ടറുകളിലാണ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം. ആളുകളുടെ ആവശ്യാനുസരണം 4 വശത്തേക്ക് മെഷീനുകൾ തിരിക്കുന്നതും സിമന്റ് ചാക്കുകൾ ലോക്ക് ചെയ്യുന്നതും ഇതിലെ എയർ സിലിണ്ടറിൻ്റെ പ്രവർത്തനത്തിലാണ്. അതിനാൽ തന്നെ മനുഷ്യൻ്റെ അധ്വാനഭാരം ലഘൂകരിക്കാനാകും. 2 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. 50 കിലോ ഭാരം വരുന്ന സാധനങ്ങളാണ് ഇതുപയോഗിച്ച് എടുക്കാൻ കഴിയുക. നിലവിൽ മലപ്പുറം, കൊടുവായൂർ, ഷൊർണൂർ ഭാഗങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വ്യത്യസ്ത സാധനങ്ങൾ ഇറക്കുന്നതിന് മെഷീൻ നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജയൻ പറഞ്ഞു. ഇപ്പോൾ പ്രകാശ് സ്റ്റീൽ പറയുന്ന പുള്ളിയുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു അൺലോഡിങ് ഇഷ്യൂ ആയിട്ട് അവർ യൂണിയനും സ്ഥാപനമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു കൺവെയർ ഓൾറെഡി അവർ വാങ്ങി. അപ്പോൾ അതിലേക്ക് സിമെൻറ്റ് ബാഗുകൾ എടുത്തു വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പ്രകാശേട്ടൻ എന്നെ സമീപിച്ചു. അപ്പോൾ ഞാനത് യൂട്യൂബിലും ഇതിലൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും പുറം രാജ്യങ്ങളിൽ ഈ ബാഗ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മിഷൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തുകൂടെ എന്നുള്ള ഒരു പ്രകാശേട്ടൻ ചോദിച്ചതിൻ്റെ പേരിൽ നമ്മളൊരു 20-24 ദിവസത്തിൻ്റെ ഉള്ളിൽ അതേപോലെ ഒരു മിഷൻ ന്യൂമാറ്റിക്കിൽ പ്രവർത്തിക്കുന്ന സിമെൻറ്റ് ബാഗ് ഹോൾഡ് ചെയ്ത് അതിനെ ഈ കൺവെയറിലേക്ക് എടുത്തു വയ്ക്കാവുന്ന തരത്തിൽ ഒരു മിഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ അതാദ്യമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനൊരു അവസരം വന്ന പ്രകാശേട്ടനും വളരെ നന്ദി പറയുന്നു. കൂടുതൽ വരുന്നുണ്ടോ പുതിയ ഇതിൻ്റെ കുറേ എൻക്വയറി ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ട്. ഈ ഓഫീസുകൾ എടുത്തു വെക്കാനും പിന്നെ ഒരു തുണി മില്ലിൽ നിന്ന് അതിൻ്റെ ബണ്ടിലുകൾ എടുത്തു വെക്കാനും ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പനിയിൽ അവർക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ ജോലികൾ നോക്കി പഠിച്ച് 1996 മുതലാണ് ജയൻ മെഷീനറി നിർമ്മാണത്തിലേക്ക് കടന്നത്. കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ചായിരുന്നു തുടക്കം. പിന്നീട് ആളുകളുടെ ആവശ്യപ്രകാരം ഇലക്ട്രിക് വയറിൽ നിന്ന് ചെമ്പുകമ്പി മാത്രം വലിച്ചെടുക്കാൻ കഴിയുന്ന വയർ സ്ട്രിപ്പിംഗ് മെഷീൻ നിർമ്മിച്ചു. 2 ആളുകളെ കൊണ്ട് ഒരു ദിവസം 60 മമ്മട്ടി നിർമ്മിക്കാൻ കഴിയുന്നിടത്ത് ഹൈഡ്രോളിക് ഉപയോഗപ്പെടുത്തി ഒരു ദിവസം 2 ആളെ കൊണ്ട് 600 മമ്മട്ടികൾ നിർമ്മിക്കാൻ കഴിയുന്ന മമ്മട്ടി ഹാൻഡ് പവർ മെഷീനും ജയൻ കണ്ടുപിടിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P ബാലഗോപാൽ, DCC അംഗം C കിദർ മുഹമ്മദ്, KR ശരത് രാജ്, ഹരിദാസ് മച്ചിങ്ങൽ, AM അബ്ദുള്ള, M ജമീല, M വത്സകുമാർ, ഫ്രിൻഡോ M ഫ്രാൻസിസ്, M മനോജ്, ഉമ്മർ ഫാറൂഖ്, B പ്രസാദ്, മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ, അനിൽ ബാലൻ, SM താഹ എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷററായി ഹരിദാസ് മച്ചിങ്ങലിനെ യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. TRK സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഇന്നത്തെ. 1000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ 52-ഓളം വരുന്ന മുനിസിപ്പാലിറ്റികളും 140-ഓളം വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലൊക്കെയായി ഈ മത്സരം നടക്കുക. അപ്പോൾ ആ മത്സരത്തിൽ നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ അതല്ലെങ്കിൽ നമ്മുടെ അഭിരുചികളെ നമുക്ക് പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാകും. കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലുമൊക്കെ അതിനുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ കഴിഞ്ഞു വന്ന പല ആളുകളും ഇതിലുണ്ടാവുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസൻ, പഞ്ചായത്ത് അംഗം KS മഞ്ജിമ, V സിന്ധു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 27 ക്ലബ്ബുകൾ പങ്കെടുത്തു. 124 പോയിന്റ് നേടി കൂനത്തറ രാഗം ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര പഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനം. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. സജീവമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ആർട്സ് ഐറ്റംസിന് പങ്കാളിത്തം വളരെ കുറവായിരുന്നു. ഗെയിംസ് 40 വയസ്സ് വരെയുള്ള കലാ കായിക പ്രേമികൾക്ക് അവസരം നൽകുകയും ഈ അവസരത്തിലൂടെ പഞ്ചായത്ത് തലം കഴിഞ്ഞു 20-ാം തീയതി മുതൽ ബ്ലോക്ക് തല മത്സരങ്ങൾ നടക്കുകയാണ്. അതിനെ തുടർന്ന് ജില്ലാ മത്സരങ്ങളും തുടർന്ന് സംസ്ഥാനതല മത്സരങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നതാണ്. മങ്കര പഞ്ചായത്ത് കേരളോത്സവത്തിൽ മങ്കര നിള ക്ലബ്ബ് കൂടുതൽ പോയിന്റ് നേടി ഓവറോൾ ജേതാക്കളായി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അനിത, രമേശ്, രുക്മിണി, അഖിൽ, അഭിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ കുത്തന്നൂരിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KA അജേഷ് സ്വാഗതം പറഞ്ഞു. പൊതുപ്രവർത്തകരായ V വിജയരാഘവൻ, G സ്വാമിനാഥൻ, വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ L പ്രമോദ് കുമാർ, K പത്മാവതി, A അജിത, ഡോക്ടർ CV ഐശ്വര്യ, പ്രിൻസ് ജോൺ, ലൈബ്രറിയൻ ചിത്ര എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് അഹല്യ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മാലിന്യമുക്തം നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ. കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കും. ഷൊർണൂരിൽ AKPC നിയോജക മണ്ഡലം കൺവെൻഷൻ. പെയിന്റിംഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കൺവെൻഷൻ. ID കാർഡ് വിതരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടന്നു. പാലക്കാട്ട് NSS രക്ഷാകർതൃ സംഗമം താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ. പട്ടാമ്പി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത വായനശാലകൾക്കും വിദ്യാലയങ്ങൾക്കുമുള്ള പുസ്തക വിതരണം ഇന്ന് വൈകിട്ട് കൊപ്പത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.